നമസ്കാരം. തമ്മിലടി കഴിഞ്ഞ് തലമൂത്ത നേതാക്കൾക്ക് കുറച്ചെങ്കിലും സമയം കിട്ടിയാലല്ലേ പൊതുപ്രവർത്തനമൊക്കെ നടത്താൻ പറ്റൂ. കുറെ നാളായി പുനഃസംഘടന എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസുകാർ തലചൊറിഞ്ഞ് നടക്കുകയാണ്. പുനഃസംഘടനയെ ചൊല്ലി കോൺഗ്രസിൽ വന്ന തർക്കമാണിപ്പോൾ വൻ അടിയായി മാറിയത്. KPCC പ്രസിഡന്റ് സുധാകരൻ പദ്ധതി ഒഴിവില്ലെന്ന നിലപാട് കടുപ്പിച്ചതോടെ കോൺഗ്രസിൽ പ്രതിസന്ധി കടുത്തു. സമ്പൂർണ്ണ പുനഃസംഘടന വേണമെന്ന ഒരു വിഭാഗം നേതാക്കളുടെ നിലപാട് സുധാകരനെ ആകെ കൺഫ്യൂഷനിലാക്കിയിരിക്കുകയാണ്. സുധാകരനെ അടക്കം മാറ്റി KPCC സമ്പൂർണ്ണ അഴിച്ചുപണിയാണ് പക്ഷെ VD സതീശൻ ഇപ്പോൾ നോട്ടമിട്ടിരിക്കുന്നത്. AICC സെക്രട്ടറിമാരായ വിശ്വനാഥ പെരുമാളും VB മോഹനും ഹൈക്കമാൻഡിന് നൽകിയ റിപ്പോർട്ടിലും ഈ നിർദ്ദേശമുണ്ട്. എന്നാൽ സുധാകരനെ അനുനയിപ്പിക്കുക അത്ര എളുപ്പമല്ല. പ്രസിഡന്റ് മാറുന്ന പ്രശ്നമില്ലെന്നാണ് സുധാകരനെ അനുകൂലിക്കുന്നവരുടെ നിലപാട്. സ്വമേധയാ പദവി ഒഴിയണമെന്ന ഹൈക്കമാൻഡ് പ്രതിനിധികളുടെ ആവശ്യത്തിനും സുധാകരൻ വഴങ്ങിയിട്ടില്ല. തന്നെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ എന്തും ചെയ്യുമെന്ന പ്രതിസന്ധി സുധാകരനുണ്ട്. സുധാകരൻ മാറിയാൽ പകരം ആരെന്നതും മറ്റൊരു പ്രതിസന്ധിയാണ്. KPCC സജീവമല്ലാത്ത പകുതിയിലധികം നേതാക്കളെയും മാറ്റേണ്ടി വരും. DCC അധ്യക്ഷന്മാരിൽ എറണാകുളം, മലപ്പുറം, കണ്ണൂർ ഒഴികെ മറ്റെല്ലാവരെയും മാറ്റണമെന്നാണ് AICC സെക്രട്ടറിമാർ നൽകിയ റിപ്പോർട്ട്. പുനഃസംഘടനയിൽ സമവായം ഉണ്ടാക്കുകയാണ് ഹൈക്കമാൻഡ് നേരിടുന്ന വെല്ലുവിളി. ഒഴിവാക്കപ്പെടുന്നവർ സ്വാഭാവികമായും ഇടയും. തങ്ങളുടെ പ്രതിനിധികളെ തഴഞ്ഞാൽ ഗ്രൂപ്പുകളും പ്രതിഷേധവുമായി രംഗത്തെത്തും. ഇത് മറികടക്കാനുള്ള തന്ത്രമാണ് നേതൃത്വം ഇപ്പോൾ ആലോചിക്കുന്നത്. തർക്കം പരിഹരിക്കാൻ കേരളത്തിലെ നേതാക്കളുമായി ഹൈക്കമാൻഡ് കൂടിയാലോചന ആരംഭിച്ചിട്ടുണ്ട്. സുധാകരനെ മാറ്റുമ്പോൾ ഒഴിവ് വരുന്ന അധ്യക്ഷ സ്ഥാനത്തിനായി മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട്. യുവാക്കൾക്ക് പ്രാതിനിധ്യം വേണമെന്നും സാമുദായിക പരിഗണനകൾ നൽകണമെന്നും ആവശ്യപ്പെട്ട് മറ്റു നേതാക്കളും അധ്യക്ഷ സ്ഥാനത്തിനായി പിടിവലി ആരംഭിച്ചു. ഇതോടെ സുധാകരനെ മാറ്റുന്നതിൽ കോൺഗ്രസിൽ ആശയക്കുഴപ്പം ശക്തമായി. കോൺഗ്രസിന്റെ പ്രതീക്ഷയ്ക്കൊത്ത് സുധാകരൻ ഉയരാൻ പറ്റാത്തതാണ് പുനഃസംഘടന വരെ എത്തിച്ചതെന്നാണ് നേതാക്കൾ പറയുന്നത്. ഇതോടെ തർക്കങ്ങളില്ലാതെ പുനഃസംഘടന പൂർത്തിയാക്കുക എന്നത് കീറാമുട്ടിയായ നിലയിലാണ്. AICC പ്രവർത്തക സമിതിയിലെ പ്രത്യേക ക്ഷണിതാവായ കൊടിക്കുന്നിൽ സുരേഷ്, UDF മുൻ കൺവീനർ ബെന്നി ബെഹനാൻ MP, ആന്റോ ആന്റണി MP എന്നിവരാണ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള ചർച്ചകളിൽ മുന്നിലുള്ളത്. ക്രൈസ്തവ വിഭാഗം BJPയിലേക്ക് അടുക്കുന്നത് തടയുക എന്ന ലക്ഷ്യവും ഇതിന്റെ പിന്നിലുണ്ട്. റോജി ജോൺ, ഡീൻ കുര്യാക്കോസ്, മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ള യുവ നേതാക്കളും അധ്യക്ഷ സ്ഥാനത്തേക്ക് ചരടുവലികൾ നടത്തുന്നുവെന്നാണ് റിപ്പോർട്ട്. യുവാക്കൾക്ക് പരിഗണന നൽകണമെന്ന് ഹൈക്കമാൻഡ് നിലപാടെടുത്താൽ ഇവരിൽ ഒരാൾക്ക് നറുക്കു വീഴും. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഉൾപ്പെടെ അഭിപ്രായങ്ങൾ കേട്ട ശേഷമാകും ഹൈക്കമാൻഡിന്റെ തീരുമാനം. അതിനിടെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്ന വാർത്തകൾ തള്ളി സുധാകരൻ രംഗത്തെത്തി. വാർത്തകൾ മാധ്യമ സൃഷ്ടിയാണെന്നും നേതൃമാറ്റം തീരുമാനിക്കേണ്ട സ്ഥലത്ത് തീരുമാനിക്കുമെന്നുമാണ് വിഷയത്തിൽ സുധാകരന്റെ പ്രതികരണം.